പൊന്നുമക്കളെ, നിങ്ങൾ ഇന്നലെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വന്ന ഒരു വാർത്ത അറിഞ്ഞായിരുന്ന? അപ്പോ ആ കുസുമേച്ചി അത് കേട്ടിട്ട് ഞെട്ടി തെറിച്ച് താഴെ വിഴുന്നുപോയെന്ന് പറയാം. അമ്മാതിരി ഒരു വാർത്ത കേട്ടാ. 13 വയസ്സുള്ള ഒരു പെക്കൊച്ചിനെ 10 പേര് ചേർന്ന് പീഡിപ്പിച്ചെന്നായിരുന്നു വാർത്ത വന്നത്. അതിനെ ഉപദ്രവിച്ചെന്ന്. അത് കേട്ടപ്പോൾ തൊട്ട് അപ്പോ കൊച്ചു പെണ്ണല്ലേ, എന്തൊരു കലികാലം ഇത്, എന്തൊരു ദുഷ്ടന്മാരെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരയാൻ പറയാൻ ദൈവത്തോട് കൈയെടുക്കുകയൊക്കെ ചെയ്ത് കേട്ടാ. ഈ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ 10 പേരിൽ പ്രായപൂർത്തിയാകാത്തവന്മാരൊക്കെ ഉണ്ടെന്നാണ് ഈ പെങ്കൊച്ചു പറഞ്ഞത്. ഇന്ന് രാവിലെ ബാക്കി വാർത്ത കേട്ടപ്പോഴല്ലേ അതിനേക്കാളും വന്നത്. അപ്പോ ആ പെണ്ണ് കള്ളം പറഞ്ഞതാണെന്ന്. എങ്ങനെ ഇരിക്കണ്? 13 വയസ്സുള്ള ഒരു പെങ്കൊച്ചെന്ന് പറയുമ്പം അത് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കണ പെണ്ണായിരിക്കും അല്ലേ? നമ്മളും ഒക്കെ 10ഉം 12ഉം 13ഉം ഒക്കെ വയസ്സ് കഴിഞ്ഞേക്കണ്. നമ്മുടെയൊക്കെ വീട്ടിലും പിള്ളേരുണ്ട് കേട്ടാ. അവർക്കൊക്കെ എന്തരറിയാമെന്നാണ് നമ്മൾ വിചാരിക്കണത്. ഈ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാൻ തുടങ്ങണ പ്രായമായിട്ടില്ല. അവർ ഇപ്പം കൗമാര പ്രായത്തിലോട്ട് കടന്നതേ ഉള്ളൂ. ഒരാളെ കാണുമ്പോൾ ഒരു ഇഷ്ടം എന്തരൊക്കെയോ തോന്നും. അത് ഒരു 16-17 വയസ്സിലൊക്കെ അല്ലേ പിള്ളെ തോന്നണത്. കുസുമേച്ചിക്ക് അറിഞ്ഞൂടാട്ടാ ഇപ്പോഴത്തെ പിള്ളേർ. ഇപ്പം 10 വയസ്സിലും 11ഉം 12ഉം വയസ്സിലും ഒക്കെ പ്രേമം അത് ഇത് എന്നും പറഞ്ഞ് പിള്ളേരങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയല്ലേ. എന്തൊരു കലികാലമാണോ എന്താ. എന്തരാണെങ്കിലും പറഞ്ഞു വന്നത്, ഈ പെങ്കൊച്ച് എന്തരനാണ് ഇങ്ങനെ ഒരു കടുങ്കൈ പറഞ്ഞതെന്നറിയാമോ? ആ പെങ്കൊച്ചിന് പ്രണയ നൈരാശ്യമെന്ന്. എന്തരപ്പ് തംസപ്പ് അല്ലല്ല, ഒരെണ്ണം ഉണ്ടല്ല ബ്രേക്കപ്പുകൾ. ആണും പെണ്ണും തമ്മിൽ കുറേ നാളെ നല്ല പോലെ സ്വരുമിച്ച് പ്രേമിച്ചൊക്കെ നടന്നിട്ട്, പ്രേമവോ എന്തൊരു പൊന്തവോ, ഇവരൊന്നിച്ചെല്ലാം നടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരാളെ വേണ്ടെന്ന് വെക്കുമല്ല, ഇവർ പിരിയുമല്ല. ആ പിരിയണേനെയാണ് ബ്രേക്കപ്പുകൾ എന്നൊക്കെ ഇപ്പം പറയണത്. ഇങ്ങനെ ഈ പെണ്ണ് വേർപിരിഞ്ഞതിൻ്റെ വിഷമത്തിലും വൈരാഗ്യത്തിലും യവനെ കുടുക്കാൻ വേണ്ടി മനഃപൂർവ്വം കള്ളം പറഞ്ഞാണെന്നാണ് ഇപ്പോൾ പറയണത് പോലീസ്. ഈ പെണ്ണ് ഈ ശിശു സംരക്ഷണ സമിതിയിലെ മറ്റൊക്കെ വിളിച്ചു പറഞ്ഞ് എനിക്കെതിരെ ഇങ്ങനെ ഒരു അതിക്രമം നടന്നു എന്ന് പറഞ്ഞപ്പോൾ അവരും ഞെട്ടിത്തെറിച്ചാണ് കേസുകളും മറ്റും എടുത്തത്. പോലീസിൻ്റെ കയ്യിലോട്ട് കാര്യം ചെന്നപ്പോഴല്ലേ ആ പെണ്ണ് അപ്പോഴും പറഞ്ഞതല്ലേ ഇപ്പോഴും പറയണത്. എന്തൊരു കലികാലങ്ങളാണ് മക്കളെ. ഈ കൊച്ചു പിള്ളേർ പഠിക്കേണ്ട പ്രായത്തിൽ പാഠപുസ്തകങ്ങൾ എന്തെങ്കിലും വായിക്കാനോ എഴുതാനോ ഒക്കെ ഉള്ള പ്രായത്തിൽ ഇങ്ങനെ പ്രണയ നൈരാശ്യം, അതിൻ്റെ വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ച കാലം എവിടെ ചെന്ന് ലോകം നിൽക്കാനാണ്? ഇപ്പം തന്നെ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് കേട്ടാ കോവളം ബീച്ച് വരെന്ന് പോയി. ബീച്ചില്ലേ, കടല്, അവിടെ ഒന്ന് ചെന്ന് അപ്പോ 13ഉം 14ഉം വയസ്സുകളൊക്കെ ഉള്ള പെൺപിള്ളേരാണ്. കൂടി വന്ന ഒരു 15-16 വയസ്സ് കാണും കേട്ടാ. ഓരോരോ പയലുകളുമായിട്ട് ഓരോരോ മൂലകളിൽ കയറി ഇരിക്കുകയാണ് കല്ലിൻ്റെ ഇടയിലും മറ്റും. യവന്മാർ അവിടെ ഇവിടെ ഇട്ട് പിടികളും വലികളും ഉമ്മം കൊടുപ്പും ഇതൊക്കെ തന്നെ അവിടെ നടക്കണത്. എന്തൊരു പറയാം. തന്തയാനും തള്ളയാനും പഠിക്കാനാണെന്നും പറഞ്ഞ് ചോറും പൊതിഞ്ഞ് കെട്ടി പുസ്തകവും ബുക്കും എല്ലാം വാങ്ങിച്ചു കൊടുത്ത് നല്ല ഡ്രസ്സുകളും മറ്റും ഇട്ട് സ്കൂളുകളിൽ പോവാണ്. അവിടെ പോകാതെ ചെന്നിരുന്ന് ബീച്ചിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കളികളാണ് ഇവരുടെ കയ്യിലിരിക്കണത്. ഇതൊക്കെ എന്തൊരു പറയാനാണ്. പിള്ളേർ സ്വയം ഒന്ന് ചിന്തിക്കണ്ടേ? എപ്പോഴും ഈ തന്തയ്ക്കും തള്ളയ്ക്കും പുറകെ നടക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ കാലത്ത് എന്തൊക്കെ നടക്കണമെന്ന് ഇവർക്കറിയാവോ? അറിഞ്ഞുകൂടാന്നുള്ളതാണ് കേട്ടാ. ഒരെണ്ണം പത്രം വായിക്കൂല. എന്തെങ്കിലും ഈ ഫോണിൽ ഇങ്ങനെ തോണ്ടണ ഫോൺ എന്ന് വന്നാൽ അന്ന് നാശം ഇവിടെ തുടങ്ങി. ഇതിൽ തോണ്ടി ഓരോരുത്തരുടെ കോഷ്ടിയും കോമാളിത്തരവും കണ്ടുകൊണ്ടിരിക്കണം. അല്ലാതെ ഇവിടെ ആര് ഭരിക്കണ്, ഇവിടെ എന്തൊക്കെ നടക്കണ്, ആരൊക്കെയാണ് ഇവിടുത്തെ മന്ത്രിമാർ, ഈ വക കാര്യങ്ങളെ പറ്റി ഒന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ. അതും വേണ്ട. രാഷ്ട്രീയവും ബാക്കി കാര്യങ്ങളും നാടിനെ പറ്റി അറിയണ്ട. നാട്ടിൽ എന്തൊരു നടക്കണം എന്നറിയണ്ടേ അപ്പികളെ? ഓരോന്നിനൊക്കെ പകല് പിടിച്ചുകൊണ്ട് പോയി ഉപദ്രവിക്കണ്, പിള്ളേരെ തട്ടിക്കൊണ്ട് പോവാണ്. അതല്ലാതെ വേറെ എന്തൊക്കെ കുത്തും വെട്ടും മലർത്തും ഇവിടെ നടക്കണ്. ഇതൊക്കെ പിള്ളേർ അറിഞ്ഞിരുന്നാലല്ലേ അത് കണ്ടു അറിഞ്ഞ് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് വീട്ടുകാരും പറഞ്ഞു കൊടുക്കൂല. എന്തെങ്കിലും ഇത്തിരി വാർത്ത വെച്ചെങ്കിലും കാണപ്പിന്ന് പറഞ്ഞാൽ പിള്ളേർക്കത് ഇഷ്ടപ്പെടുകയില്ല, വീട്ടുകാർ പറഞ്ഞും കൊടുക്കൂല. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അവർക്കിതൊന്നും താല്പര്യമില്ല. അവരിതൊക്കെ അറിഞ്ഞിട്ട് എന്തരെന്ന് പറഞ്ഞാണ് വീട്ടുകാരും വിടണത്. എത്ര വീടുകളിൽ ഇപ്പം പത്രം വരുത്തണത് ആർക്ക് വേണ്ടിയാണ്? കണ്ണും പുല്ലും കാണാത്ത വീട്ടിലെ വയസ്സ് എന്ന മൂപ്പിലാനും മൂപ്പത്തികൾക്കും വേണ്ടിയാണ് വീടുകളിൽ പത്രം വരുത്തണത്.
അമ്മച്ചിയാണ് സത്യം, ഞാൻ ഉള്ളത് തന്നെ പറയണത്. കണ്ണ് കാണൂല്ലെങ്കിലും ഒരു കണ്ണട എടുത്ത് വെച്ച് ചേർത്ത് വെച്ച് അതിൽ 5-6 അക്ഷരം വായിച്ച് അന്നുള്ള വാർത്തകൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടപ്പി. ഈ പിള്ളേർക്ക് വല്ലതും അറിയാവാ? ഈ പെണ്ണ് കുറച്ച് നാൾ കൊണ്ട് പ്രണയത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയണത്. ഇപ്പം ആ പെണ്ണിന് 13 വയസ്സേ ഉള്ളൂ. അപ്പോൾ 12-12.5 വയസ്സിലൊക്കെ പ്രണയം തുടങ്ങിയെന്നാണ് പറയണത്. മാസമുറയായ പിള്ളേരാണ് ഇത്. എന്തെങ്കിലും അറിയാം. ഇതിൻ്റെയൊക്കെ ശരീരത്തിൽ വല്ല മാറ്റങ്ങളും വന്ന് തുടങ്ങിയ ഒന്നും വരണതിന് മുമ്പ് എന്തൊരു തീക്കുണ്ടത്തിലോട്ടാണ് ഈ പിള്ളേരെടുത്ത് ചാടണത്. എരിഞ്ഞ് നീറുകയാണ് മനസ്സ്. എന്നിട്ട് പ്രണയിച്ച് നടന്ന് പിന്നെ അവനോട് വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവൻ പീഡിപ്പിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ അതും ഈ പ്രായത്തിൽ. അങ്ങനെ നടക്കണ എത്രയോ സംഭവങ്ങൾ ഇരിക്കണം. എത്രയോ പിള്ളേരെ ഇട്ട് ഉപദ്രവിക്കണം ഓരോരുത്തന്മാർ. അങ്ങനെയുള്ള കേസുകളും കൂടെ സംശയത്തിൻ്റെ നിഴലിലാകുകയല്ലേ ഉള്ളൂ ഈ പെൺപിള്ളേർ ഇങ്ങനെ തുടങ്ങിയ. ഇതൊക്കെ വല്ല കാര്യമാണ്. അതുപോലെ തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഓരോ പയലുകളുമായിട്ട് വാളിലും കൈയിട്ട് വയറിലും കൈയിട്ട് കൊണ്ട് ബീച്ചിലും പാർക്കിലും അവിടെ ഇവിടെയൊക്കെ നടന്ന് കുടുംബമായിട്ട് ആർക്കെങ്കിലും ചെന്നാൽ ഒന്ന് കണ്ണു തുറന്ന് അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ കണ്ട് എന്തെങ്കിലും ചോദിച്ചു പോയാൽ നിങ്ങളുടെ സമയം കഴിഞ്ഞതിലുള്ള ചൊറച്ചിലാണെന്നാണ് നമ്മുടെ മുഖത്ത് നോക്കി അവരൊക്കെ പറയണത്. നമ്മുടെയൊക്കെ സമയം കഴിഞ്ഞു പോയതിൻ്റെ ആണെന്ന്. എന്തൊരു പറയാം മക്കളെ. അവരവർ സൂക്ഷിച്ചാൽ അവരവർക്ക് കൊള്ളാം. മുള്ളു വന്ന് ഇലയെ വീണാൽ, ഇല വന്ന് മുള്ളേ വീണാൽ ഇലയ്ക്കും കേട് തന്നെ, ഇപ്പം മുള്ളിനും കേട് തന്നെ. മുള്ളിനും ഇതൊക്കെ ഭാവി ദോഷം ചെയ്യും, ഇലയ്ക്കും ദോഷം ചെയ്യണ കാര്യങ്ങളാണ്. പുസ്തകം പഠിക്കുക. പുസ്തകം മാത്രം പഠിച്ചാൽ പോരാ, കുറച്ച് സംസ്കാരം പഠിക്കുക. വീടുകളിൽ നിന്ന് എന്തരാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്? ഒന്നാമത്തെ കാര്യം, വീട്ടിലെ നോട്ടക്കുറവുകളുണ്ട് കേട്ടാ. എവിടെയെങ്കിലും പോയാൽ നിങ്ങൾ സ്കൂളിൽ പറഞ്ഞു വിട്ടാൽ സ്കൂളിൽ പോകണണ്ടാ, അവിടെ തന്നെയാണ് ചെല്ലുന്നത്. ആരുടെയൊക്കെ കൂടെയാണ് കൂട്ടുകൂടി നടക്കണത്? നിങ്ങളറിയാതെ രൂപ ഫോണോ വല്ലോ മക്കളുടെ കയ്യിൽ ഉണ്ടാ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടെ ചിന്തിക്കണ്ടേ തന്തമാരെ തള്ളമാരെ? നിങ്ങൾ നോക്കണം. ഈ പിള്ളേരുടെ ബാഗുകളും മറ്റും സ്കൂളിൽ കൊണ്ടുപോകണ ബാഗുണ്ടല്ല, സ്കൂൾ ബാഗ്, അതൊക്കെ നിങ്ങൾ ഒരാഴ്ച ഒരു ദിവസം ഒന്ന് പരിശോധിച്ച് നോക്കണം. എന്തെങ്കിലും അതിനകത്തുണ്ടാകും. ചുമ്മാതെ എന്നും കൊണ്ട് എടുത്തുകൊണ്ട് പോകണം. ഇതിൽ അവർ വല്ലതും പഠിക്കണുണ്ടാ? സ്കൂളിൽ തന്നെയാണോ പോകുന്നതെന്ന് നോക്കണ്ടേ? അത് പിള്ളേരെ എങ്ങനെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നേരെയാക്കാൻ നോക്കിയാൽ പിള്ളേർ നമുക്ക് നേരെ തിരിയുമല്ല. അല്ലെങ്കിൽ നാട്ടുകാരും അയലോക്കക്കാരും പറഞ്ഞാൽ നാണക്കേടാണല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ അവസാനം ഇത് കൊട്ടയിലും ഒരിടത്തും കൊള്ളാതെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. കുസുമേച്ചി പ്രായത്തിൻ്റെ പക്വത അറിവും കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണത്. ഇപ്പം തന്നെ എന്തുമാത്രം ഉണ്ടായിട്ടാണ് ആ പെങ്കൊച്ചിൻ്റെ വീട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കണം. ആ കാര്യം, അതിൻ്റെ പേരും ഊരും കാര്യങ്ങളും അഡ്രസ്സും ഒന്നും പുറത്താക്കത്തില്ല എങ്കിലും എന്താണെന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ ഈ പെണ്ണ് ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നറിഞ്ഞ, അതും 10 പേര് എന്നൊക്കെ. അപ്പോൾ നിയമവശങ്ങളെല്ലാം പഠിച്ചു വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ക്രിമിനൽ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കണത്. എന്തൊക്കെ അറിവുകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ലയോ ആ രീതിയിലെല്ലാം ഉപയോഗിക്കുകയാണ് നമ്മുടെ കുട്ടികൾ കേട്ടാ. ആവശ്യത്തിന് ഇതൊന്നും ഉപയോഗിക്കില്ല. പെട്ടെന്നൊരു സംഭവം ഉണ്ടായ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള ശേഷിയില്ല. പക്ഷേ നമുക്ക് ആവശ്യം വന്നാൽ കള്ളത്തരമായിട്ട് അത് പറഞ്ഞുണ്ടാക്കാൻ അറിയാം. എന്തൊരു കാര്യത്തിന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ കുസുമേച്ചിക്ക് ഒരാവലാതി, പൊന്നു മക്കളെ, എന്താ നമ്മുടെയൊക്കെ വീട്ടിലും പെൺപിള്ളേർ വളർന്നു വരണം. നമ്മളുമൊക്കെ ഓരോ പ്രതീക്ഷകളോട് കൂടിയാണ് പിള്ളേരെ വളർത്തിക്കൊണ്ട് വരണത് കേട്ടാ. ഇതുങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരണത് വരെ നെഞ്ചി തീയാണ്. അത് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. പിള്ളേരും കുറച്ചൊക്കെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ നെഞ്ചിലെ തീ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഉള്ള ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമുള്ള ഉപകരണങ്ങളല്ല തന്തയും തള്ളയും. അവർക്കും ഒരു മനസ്സുണ്ട്, അവരുടെ ഹൃദയം വേദനിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി തുടിക്കണുണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതനുസരിച്ചൊക്കെ ജീവിക്കും മക്കളെ.